ഹായ് ഹലോ എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജെ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ പെസഹയ്ക്ക് മുമ്പായിട്ട് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കുന്നു. അതുകൂടാതെ തന്നെ മെയിനായിട്ട് ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എണീറ്റു. നല്ല മഞ്ഞായിരുന്നു, തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ ഇങ്ങനെ കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ വെളിയിൽ ഇറങ്ങിയിരിക്കാനായിട്ട് അടിപൊളിയാട്ടോ. നല്ല തണുപ്പും മഞ്ഞും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. നമ്മുടെ പീസ് ലില്ലിയൊക്കെ ശരിക്കും നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കുവാണ്. ഇതുണ്ട് ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ നിന്നൊക്കെ നോക്കാനായിട്ട് അടിപൊളി, എവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര നല്ല രസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഭയങ്കര തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നൂഡിൽസും ഒരു എഗ് ഓംലെറ്റുമാണ് ഉണ്ടാക്കി കഴിച്ച്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ടങ്ങ് കയറി. ഫുള്ള് ക്ലീനിങ് ആട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ഡെലിവറിക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ രൂപവും കോലവും കണ്ട് പേടിച്ച് പോയേക്കരുത്. കാരണം കുറേ പേര് എനിക്ക് ഇത്രത്തോളം വണ്ണം വെച്ച് ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പം പെട്ടെന്ന് കാണുന്ന ഒരു ടെൻഷൻ, എന്നെ കാണുന്നവർക്കൊക്കെ ടെൻഷനാണ്. അപ്പം എന്തായാലും എല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ഞാൻ കിച്ചണിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പെസഹയ്ക്കൊക്കെ ഇപ്പുറമായിട്ട് വീടൊക്കെ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. ശരിക്കും വീട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്, എന്നാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തേക്കാം. പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാണല്ലോ, അതിനിപ്പുറമായിട്ട് ചിലപ്പം പോകേണ്ട വരുമായിരിക്കും. ലൈക്ക് എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ്. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിവേ അതിനൊക്കെ ഇപ്പുറമായിട്ട് കിച്ചണൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കിയിടുവാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമല്ലോ. എൻ്റെ വലിയ ആഗ്രഹം കേട്ടോ. അഥവാ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ എക്സ്ട്രാ ഒക്കെ ഉണ്ട്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു കഴിഞ്ഞാൽ കിച്ചണൊക്കെ വൃത്തികേടായിട്ട് ആണ് പോകുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം മാക്സിമം ഫുഡൊക്കെ ഉണ്ടാക്കിയാലും ക്വാണ്ടിറ്റി വൈസൊക്കെ ആയാലും കറക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒന്നും ലെഫ്റ്റ് ഓവർ ഫുഡ് അതൊക്കെ പിന്നെ എടുത്ത് കളയൽ അതൊക്കെ ഭയങ്കര, പിന്നെ നമുക്കൊന്നും അറിയത്തില്ല എത്ര ദിവസമായിരിക്കും ഹോസ്പിറ്റലിൽ, നോർമൽ ഡെലിവറി ആണോ സി സെക്ഷൻ ആണോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത് താനും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മളെന്തായാലും പെസഹ തിരുനാളായതുകൊണ്ട് നമ്മൾ ഇവിടെ അപ്പം പുഴുങ്ങുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തറവാട്ടിൽ പോയിട്ടാണ് അപ്പം പുഴുങ്ങുന്നത്. കാരണം എനിക്ക് ഒട്ടും വയ്യ. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് പുഴുങ്ങുന്നത്. പക്ഷേ നമ്മൾ പാലുണ്ടാക്കാനുള്ള ശർക്കരപ്പാനിയൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. എനിക്കെല്ലാം ഇങ്ങനെ പ്രീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രെപ്പ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി കുറേ ശർക്കരപ്പാനി ഇങ്ങനെ അരിച്ച് സമയം കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ അരിച്ചെടുത്ത് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ തന്നെ എടുത്തു വെച്ചു. കാരണം നമുക്ക് പിന്നെ എളുപ്പമാണല്ലോ വൈകുന്നേരം പാലുണ്ടാക്കാൻ നേരം. അപ്പം എന്താ പറയുന്നത്, അത് റെഡി ആയിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇന്നിവിടെ വീട്ടിൽ വലിയ പരിപാടികളൊന്നുമില്ല, ക്ലീനിങ് ആണ്. ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 12 ആകുമ്പം പോവുകയാണെങ്കിൽ വീട്ടിൽ പോയി ഫുഡും കഴിക്കാം, അപ്പം ഉണ്ടാക്കുന്ന കാണുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പോൾ കുറേ ദിവസമായി അങ്ങോട്ട് പോയിട്ട്. കാരണം കാലിനൊക്കെ അത്യാവശ്യം നല്ല സ്വെല്ലിംഗ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഡേറ്റ് അടുക്കാറായതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുന്നത്, നിങ്ങളൊക്കെ പെസഹയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ശർക്കരയ്ക്ക് അതൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇടാൻ പറ്റത്തില്ല. കല്ലും കരടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അരിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഓശാനിക്ക് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇതുണ്ടാക്കിയായിരുന്നു, കൊഴുക്കട്ട ശനിയാഴ്ച. അപ്പം ഇതേപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്താണ് നമ്മുടെ ക്ലീനിങ് പരിപാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അതിങ്ങനെ ഞാൻ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ ഇങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമയം പോകുന്ന പോലെ ഫീൽ ചെയ്യും. അല്ല നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മടിയും പിടിക്കും. പിന്നെ നമുക്ക് സമയം പോക്കും കുറച്ച് ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് എനിക്കിപ്പം ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഭയങ്കര പതുക്കെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇനി സത്യം പറഞ്ഞ ഒരാഴ്ചയേ ഉള്ളൂ, പക്ഷേ എങ്കിലും
കുറച്ച് എന്താ പറയുന്നത് ടൈം പോകുന്നത് കുറച്ച് ഡിലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പണിയൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഓൾറെഡി നമുക്ക് വർക്ക് ഉണ്ട്, ഫിറ്റ്നസ്സിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ പോലും കുറേ ഇങ്ങനത്തെ കാര്യങ്ങളോട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കുമല്ലോ. ഞാനിങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റ് കുറച്ച് നാളായി കേട്ടോ വാങ്ങിച്ചിട്ട്. അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിലായിരുന്നു കഴുകി പാത്രങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ കുറേ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിനകത്തോട്ടാണ് കഴുകി വെക്കുന്നത്. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത് നിറയും. എന്നിട്ട് അതിരാവിലെ ഞാനതെടുത്ത് ഇതേപോലെ എന്താ പറയുന്നത് കബോർഡ്സിനകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിച്ചണിൽ ചില ആൾക്കാരിങ്ങനെ പാത്രം കഴുകിയിട്ട് ഡയറക്റ്റ് അതേപടി തന്നെ അങ്ങോട്ട് കയറ്റി വെക്കും. അതാണ് ശരിക്കും നമ്മുടെ ഈ കബോർഡൊക്കെ സ്പോയിലാകും. നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടാണ്, പക്ഷെ എങ്കിൽ പോലും മണമൊക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ സ്റ്റൗ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 ബർണർ, നമ്മുടെ ആക്ച്വലി 4 ബർണറുള്ള സ്റ്റൗ ആണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം പുതിയൊരു വീടൊക്കെ വെക്കുക, പുതിയ സ്റ്റൗ ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 ബർണറുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആ ഫ്രണ്ടിലുള്ള 2 എണ്ണത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തെറിക്കും. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തം എല്ലാം എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു എന്താ പറയുന്ന ഒരു ചലഞ്ചിങ് ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തായാലും 4 പാത്രമൊക്കെ അടുപ്പിച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട വരത്തില്ല. പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. 3 എണ്ണം ആണെങ്കിൽ കറക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഈ അടുപ്പൊക്കെ എടുക്കുമ്പം 4 അങ്ങനെ എന്തോ കണക്ക് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ എങ്കിലും അങ്ങനെ സംതിങ് ഉണ്ട്. നമ്മൾ എടുക്കാൻ നേരം 4 എണ്ണം എളുപ്പമാകും, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് മാറ്റ് ഫിനിഷാണ്. പിന്നെ ആ സ്റ്റൗ കാണാൻ നല്ല രസമൊക്കെയാണ്, പക്ഷേ ക്ലീനിങ് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമുക്കിവിടെ ഇതേപോലെ തന്നെ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. അപ്പോൾ ആ പ്ലാന്റിനൊക്കെ കുറച്ചൊന്ന് വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും ഇതേപോലെ തന്നെ ഞാൻ ആ ബ്ലൈൻഡ്സൊക്കെ കയറ്റിയിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കിച്ചണിൽ ഓട്ടോമാറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൈൻഡ്സാണ് ഇട്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് വാഷ് ബേസിൻ ഏരിയയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്നതിനിപ്പുറം അത് കയറ്റി വെച്ചിട്ട് തന്നെ കഴുകാവുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബ്ലൈൻഡ്സ് നാശമായി പോകും. കാരണം അതിൽ ഇങ്ങനെ ചെളിയും അഴുക്കും സോപ്പ് വെള്ളവും ഇതെല്ലാം വീണ്ടും മോശമാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ നന്നായിട്ട്, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫൈബർ ക്ലോത്ത് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത് ഇതേപോലെ തന്നെ വാഷിംഗ് സൊല്യൂഷൻ്റെ അത് മുക്കിയിട്ടാണ് ഈ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്യുവാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്പം മുറിക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നൊരു മെയിൻ കാര്യം കിച്ചണിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റേ പുൽത്തൈലം വെച്ചിട്ട് തുടയ്ക്കാറുണ്ട്. 2-3 ഡ്രോപ്പ് മതി, പക്ഷെ നല്ല എഫക്റ്റീവാണ്. ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ പഴമൊക്കെ വീട്ടിൽ വെക്കുമ്പം കൂവിച്ചൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഉണ്ടല്ലോ, ഈച്ച വരുന്ന ശല്യം, അതൊക്കെ മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല എഫക്റ്റീവാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ എന്താ പറയുന്നത് പുൽത്തൈലം ഇട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കിച്ചണിൽ വരുന്നത്. ഞാൻ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളവും ഇതുമായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പല ഇതിൽ കിട്ടും, പക്ഷേ എനിക്ക് പല ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് പുൽത്തൈലത്തിൻ്റെയാണ് കുറച്ചുകൂടി ഒരു എഫക്റ്റീവായിട്ട് തോന്നിയത്. നമ്മൾ എറണാകുളത്ത് വീട്ടിലായിരുന്നപ്പോഴും പുൽത്തൈലം ഇട്ടായിരുന്നു ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു ക്ലീൻ, ഒരു ഭയങ്കര ഒരു ഹൈജീനിക് ഫീലാണ് വരുന്നത്. ഈ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മൾ കുക്ക് ചെയ്യുന്ന ഏരിയയാണ്, അത് മാത്രമല്ല ഒരു ഉളുമ്പോണം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഭയങ്കര അടിപൊളിയായിട്ടോ. ഇങ്ങനെ കിച്ചൺ ഭയങ്കര പെർഫെക്റ്റായിട്ട്, കിച്ചൺ മാത്രമല്ല എവിടെ വേണമെങ്കിലും നമുക്ക് തുടയ്ക്കാം. പക്ഷേ കിച്ചൺ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് പുൽത്തൈലം ഇട്ട് തുടയ്ക്കുന്നത്. ഒരു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിച്ച, ഇപ്പോൾ ഏകദേശം 5-6 months ആകാറായി നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അത്രയും നാളത്തേക്ക് ഒരു ബോട്ടിലൊക്കെ ധാരാളമാണ്. ഭയങ്കര എഫക്റ്റീവുമാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലാ പണി ഇങ്ങനെ പതുക്കെയാണ് ചെയ്യുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റ് സ്പീഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത്, കാരണം നമുക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് എൻ്റെ അടുത്തിപ്പം ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുക, പിന്നെ സ്റ്റെപ്സ് കയറുക,
പിന്നെ മുറ്റത്തൂടെ നടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം റൂംസൊക്കെ അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കിച്ചണിൽ നിന്ന് അടുത്തടുത്തോട്ട് പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നടപ്പ് വീടിനകത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ടുള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ നമ്മുടെ ഈ ഒരു ഓപ്പൺ ട്രാക്ക് ഇത് കുറേ നാളായിട്ടോ ക്ലീൻ ചെയ്തിട്ട്. സത്യത്തിൽ അവിടെ പൊടിയൊന്നും വലിയ കാര്യമായിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തുടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡസ്റ്റ് പ്രസൻറ്റഡ് ആണ്. അപ്പോൾ അതും ഞാനിങ്ങനെ തുടയ്ക്കാൻ ഓർത്തു. അവിടെയുള്ള എല്ലാ സാധനങ്ങളും വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് മെല്ലെ മെല്ലെ തൂക്കാൻ ഓർത്തു. ഇത് ഞാൻ പുൽത്തൈലം വെച്ചാട്ടോ തുടയ്ക്കുന്നത്. ശരിക്കും പുൽത്തൈലം വെച്ച് തുടയ്ക്കുന്നത് കൊണ്ട് ഒരു കൂയിച്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലൈസൊക്കെ വന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഹെൽത്തൂടെ കുറച്ച് നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നന്നായിട്ട് തന്നെയാണ് ആക്ച്വലി കിച്ചൺ കിടക്കുന്നത്. എങ്കിലും കുറച്ചുകൂടെ അടിപൊളിയാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഞാൻ എന്താ പറയുക നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഈ ഓപ്പൺ ട്രാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്നോ മറ്റോ ആണ് വാങ്ങിച്ചത്. ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്. പക്ഷെ നല്ല ഉപയോഗമെന്ന് വെച്ചാൽ നല്ല ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഓപ്പൺ റാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഇട്ട് വെക്കാനും പിന്നെ പറഞ്ഞ പോലെ നമുക്ക് സാധനങ്ങൾ കറക്റ്റ് തീരുന്ന അറിയാൻ പറ്റും. ഇതിന് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ വീട്ടിലായിരുന്ന സമയത്ത് നോർമൽ ഭരണിയിലിട്ടിട്ട് ക്ലോസ്ഡ് റാക്കായിരുന്നു. അതായത് ഇപ്പം മേളിൽ കൊടുത്തിട്ടില്ലേ അതേപോലെ. അപ്പം നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എന്താ വീട്ടിലുള്ളത്, അത് തീർന്നോ അങ്ങനെ ഒന്നും ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം നമ്മളതെപ്പോഴും തുറന്ന് നോക്കി എടുത്ത് അങ്ങനെ ചെയ്താലേ ഉള്ളൂ. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഒരു കുറേ നാൾ ഉപയോഗിച്ചിട്ട് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ സാധനങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇരിക്കുന്ന സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുക, ഈ പ്രശ്നമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കുന്ന ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കേടാകത്തില്ല. നമ്മൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ കവറിനകത്ത് കെട്ടി അതേപോലെ തന്നെ ഒരു വലിയ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിലെല്ലാം എഫക്റ്റീവാണ് ഇതേപോലത്തെ ബോട്ടിൽസ്. അതും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ബോട്ടിൽസ് അല്ല, ഫൈബർ അങ്ങനത്തെ എന്തോ ടൈപ്പാണ്. പ്ലാസ്റ്റിക്കോ അല്ല, എന്നാൽ ഒരു ഫൈബർ. നിലത്ത് വീണാൽ പൊട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഉപ്പും പറഞ്ഞാണ്, വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ടീ കോഫി ഷുഗറിൻ്റെ ബോട്ടിൽസാണ്. ഈ കിച്ചണിലും ഉണ്ട്. നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെയുണ്ട്. കാരണം ഇവിടെയാണ് നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്ന കിച്ചണാണ്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ടീ കോഫി ഷുഗർ ഉണ്ട്. ഇതാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന എല്ലാ ദിവസത്തെ പർപ്പസിന്. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ റാൻഡമായിട്ട് കുറേ പാത്രങ്ങളല്ല ക്രോക്കറി ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ ഈവൻ ക്രോക്കറി ഒക്കെ ആണെങ്കിലും വാങ്ങിച്ച് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോവും. ഇതെല്ലാം ഞാൻ എൻ്റെ പഴയ താമസിച്ചുകൊണ്ടിരുന്ന വീടും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ വീട്ടിലത്തെയും കൂടെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇതേപോലെ തന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുമായിരുന്നു. അവസാനം പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട വന്നപ്പം നല്ല ബുദ്ധിമുട്ടായി. പകുതി സാധനം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ വീട് വെച്ചപ്പം തന്നെ എടുത്ത തീരുമാനമാണ് ആവശ്യമില്ലാത്ത ഒരു സാധനം വീട്ടിലോട്ട് വാങ്ങിക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓവർ പാത്രങ്ങൾ, അതായത് പ്രത്യേകിച്ച് യൂട്ടൻസിൽസ് ആയാലും ഓവറായിട്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഓവറായിട്ടാണെങ്കിൽ നമുക്ക് ചിലപ്പം വർഷത്തെ ഒരു തവണയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അതിങ്ങനെ ഇരുന്ന് പോവും. പിന്നെ നമുക്കത് പിന്നെ കളയാനും പറ്റത്തില്ല, ഉപയോഗവും ഇല്ല, അങ്ങനെ ആയിപ്പോവും. പിന്നെ ആ സ്പേസ് ഇതാകും. പിന്നെ അവിടെ പാറ്റായും പല്ലിയും അങ്ങനെ കുറേ ജീവികളൊക്കെ കയറും. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം മതി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ സെക്കൻഡ് കിച്ചണിലത്തെ പരിപാടികൾ ഏകദേശം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടോ, നല്ലപോലെ തൂത്ത് തുടച്ച് വൃത്തിയായി ഇങ്ങനെ കിച്ചൺ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഈ ഒരു ഫീലാവട്ടോ എല്ലാ ദിവസവും രാവിലെ കിച്ചണിലോട്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പം തന്നെ നമുക്കൊരു ഭയങ്കര മനസ്സമാധാനമാണ്. അല്ലാതെ എനിക്കിങ്ങനെ കിച്ചൺ മെസ്സി ആയിട്ട് പ്രത്യേകിച്ച് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ നിരത്തി ഇടുന്നത് കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാനായാലും ജോബി ആയാലും അത്യാവശ്യം വീട് നല്ലപോലെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്.
ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ കിച്ചണിൽ നമ്മൾ അങ്ങനെ കുക്കിംഗ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഓവനും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജുമാണ് വരുന്നത്. ഇത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചാൽ നീ ഓപ്പൺ കിച്ചണിൽ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ, നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടന്ന് ഓടണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കറിയൊക്കെ വെക്കാനൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടാണ് മറ്റിടത്തോട്ട് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓവൻ, ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ വെക്കുന്നത്. കാരണം നമ്മൾ മിക്കപ്പോഴും ഫുഡൊക്കെ ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളത് ഭയങ്കര നല്ലതാണ്. കാരണം അല്ലെങ്കിൽ മറ്റേ കിച്ചണിലായിരുന്നെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തേനെ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അതാണെങ്കിലും അവനാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടായിരുന്നു, പക്ഷെ എന്നാലും പറഞ്ഞ പോലെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാൻ ട്രേ ഒക്കെ ഇറക്കി നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി അവിടുത്തെ കൗണ്ടർ ടോപ്പും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കബോർഡ്സൊക്കെ ആക്ച്വലി തുടയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഇൻവിസിബിൾ ആയിട്ടുള്ള ഒത്തിരി പൊടി ഇതിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വൈറ്റൂടെയാണല്ലോ, അതുകൊണ്ട് ശരിക്കും എല്ലാവരും പറയും വൈറ്റ് ആക്ച്വലി ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈറ്റ് കുറച്ച് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് എന്ത് അഴുക്കുണ്ടെങ്കിലും മനസ്സിലാകും, പിന്നെ ക്ലീൻ ചെയ്തിട്ടാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. വൈറ്റ് ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ടോ. ആരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട വൈറ്റ് കിച്ചൺ ചെയ്യുന്നതിൽ. വൈറ്റ് കിച്ചൺ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പാണ്. വൈറ്റ് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ സ്റ്റെയിൻ വീണിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. നമ്മൾ ഈ കിച്ചൺ അധികം ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എങ്കിലും ഇതിലിങ്ങനെ പൊടിയും അഴുക്കുമൊക്കെ, അതുകൊണ്ട് അവിടെ ഒരു വിൻഡോ ഉള്ളതുകൊണ്ട് ഈവൻ ആ പുറത്തുനിന്നുള്ള പൊടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈവൻ ഇവിടെ എന്ന് വെച്ചാൽ മഴയൊക്കെ കഴിഞ്ഞു, ഇടുക്കിയാണ്, ഫുൾ മരങ്ങളും ഇതൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ, ഇപ്പോൾ എല്ലാവരും തന്നെ വീട് വെക്കുമ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ കൊടുക്കാറുണ്ട്. ഓപ്പൺ കിച്ചൺ മാത്രമായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ത്യൻ കുക്കിംഗ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ കുക്കിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം മസാല, സ്പൈസസ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമ്മൾ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു അല്ലാത്ത കിച്ചണൂടെ ഉള്ളതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു വർക്ക് ഏരിയ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കിച്ചൺ ഉള്ളത് തന്നെയാണ് നല്ല ക്ലോസ്ഡ് കിച്ചൺ. കാരണം നമ്മൾ എത്ര ട്രൈ ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര പവർഫുൾ എക്സോസ്റ്റ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഈ ഇന്ത്യൻ സ്പൈസസിൻ്റെ എല്ലാം നമ്മുടെ ലിവിങ്ങിലോട്ടൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഈവൻ നമ്മളിവിടെ ഈ അവനിൽ നിന്ന് ഫുഡ് എടുക്കുന്ന സമയത്ത് പോലും ഈ എക്സോസ്റ്റ് ഓൺ ആക്കി ഇടാറുണ്ട്. അതൊക്കെയാണ് എനിക്കൊരു ഓപ്പൺ കിച്ചൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റൗ എടുത്തിട്ടുണ്ട്. പക്ഷെ അധികം മറ്റേ ഇടത്ത് നല്ലപോലെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അധികം പരിപാടികൾ നമ്മൾ ചെയ്യാറില്ല. ഇവിടെ സെയിം തന്നെ കേട്ടോ. ഞാൻ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റേ പുൽത്തൈലം വെച്ചിട്ട് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ നല്ല വൃത്തിയായിട്ടിരുന്നോളും. ഏകദേശം നമ്മുടെ ഇവിടുത്തെ കിച്ചണിൻ്റെ പരിപാടി കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. കുറേ ടിഷ്യൂ ബോക്സും പിന്നെ കുറച്ച് PR വന്ന സാധനങ്ങളും കോഫി പൗഡർ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അതാത് സ്ഥാനങ്ങളിൽ വെച്ച്, ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം ബോട്ടിൽസിന് അത് വെക്കാനുണ്ടായിരുന്നു, അതും വെച്ച്, പിന്നെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. 3 ലിറ്റേഴ്സൊക്കെ കുടിക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ബോട്ടിലിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓർത്തോർത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ലിവിങ് സ്പേസൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തിടുക. പിന്നെ ഫ്ലോർ തുടയ്ക്കാനുണ്ട്. പിന്നെ ഇതെല്ലാം ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഈക്വലി ക്ലീനിങ്ങിൽ ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, ക്ലീനിങ്ങിന് വേണ്ടി ടൈം കണ്ടെത്താറുണ്ട്. പിന്നെ നമ്മളൊന്ന് കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാവും. ഒരാൾ തന്നെ വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേര് അതേപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് വീട് നല്ല വൃത്തിയായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിവേ ഓപ്പൺ കിച്ചണിലത്തെ ക്ലീനിങ്ങും പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ ഡൈനിങ് ടേബിളാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഡൈനിങ് ടേബിൾ നമ്മൾ ഫുൾ വുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് നിരത്തി ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്തിൽ ഇതെടുത്തിട്ട്
ഈ പറഞ്ഞ പോലെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ടേബിളിൻ്റെ ഇതായി. പിന്നെ ഞാൻ ഓർത്തു ആ ടേബിളിൽ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതാണ് ഇട്ടിരുന്നത്, ആ ഫ്ലവർ വേസും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റൊക്കെ ആയിരുന്നു. അപ്പം അതൊന്ന് മാറ്റി ജസ്റ്റ് വേറെ ഒരു ടേബിൾ റണ്ണർ ഇട്ടാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതും ഒന്ന് മാറ്റിയിടണം. പിന്നെ ഈ പറഞ്ഞ പോലെ പെസഹയൊക്കെ അല്ലേ, അപ്പം അത് കുറച്ചുകൂടെ ടേബിൾ റണ്ണർ ഇട്ടാൽ കുറച്ചുകൂടെ ഇന്നത്തെ പരിപാടിക്ക് കുറച്ച് സെറ്റായി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ടേബിൾ റണ്ണറൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ റണ്ണർ എടുത്തിട്ടു. പിന്നെ ഫ്ലവർ വൈസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരോ ചേഞ്ചൊക്കെ വരുത്തുന്നത് നല്ലതാണല്ലോ. ഇത്ര നാളൊരു റെഡ് ഫ്ലവർ ആയിരുന്നു, അപ്പോൾ അത് മാറ്റി. പിന്നെ റൂമൊക്കെ ആക്ച്വലി വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ആ വിൻഡോയിൽ കുറച്ച് അഴുക്കുള്ളതുപോലെ ഫീൽ ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടി വരുന്നുണ്ട്. ആ പൂച്ചക്കുട്ടി ഈ നമ്മുടെ വിൻഡോയിൽ കയറിയിട്ട് ചെളിയാക്കിയായിരുന്നു. വീടിനകത്തൊന്നും നമ്മൾ പെറ്റ്സിനൊന്നും കയറ്റുന്നില്ല, പക്ഷേ അതെങ്ങനെയോ ഒരു നാടൻ പൂച്ചയാണ്. അത് നമ്മളില്ലാത്ത സമയം നോക്കി ചെളി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇതാക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാരണം നമ്മൾ മിക്കപ്പോഴും തന്നെ വാക്യൂം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീം ക്ലീനിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇനി ബേബിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ഡസ്റ്റും കാര്യങ്ങളൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാളും ഭയങ്കര കോൺഷ്യസ് ആണ്. നല്ലപോലെ പൊടിയൊന്നും ഇല്ലാതെ എല്ലാം തന്നെ എപ്പോഴും ക്ലീനായിട്ട് ഇടാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കിനിയിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഇത്ര ക്ലീനിങ്ങിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമാണ് ഉള്ളത്. പിന്നെ ഇത് നമ്മൾ ലിവിങ് സ്പേസിലത്തെ സോഫയിൽ നമ്മൾ ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നമ്മൾ എപ്പോഴും ഇരിക്കുന്നതാണ്. അപ്പോൾ അത് ഇരുന്ന് ചെളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും എന്താ പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. കുറേ ഒക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അതിലാണ് നമ്മൾ ഇരിക്കുമ്പോഴും എന്തായാലും നമ്മൾ എത്ര വൃത്തിയായിട്ടാണെങ്കിലും ചെളിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്പേസ്. അപ്പം അത് നമ്മളൊന്ന് വാഷ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഉപയോഗിച്ച് വെച്ചിട്ട് 1 മാസം ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തു. നല്ല ഇതാണ്. കാരണം അതിൽ ചെളി കഴുകിയപ്പോഴാണേലും അഴുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ചെളിയെല്ലാം നമ്മുടെ സോഫയിലപ്പോൾ ആകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അത് നല്ലതാണ്. സോഫ കവർ പോലെ പ്രത്യേകിച്ച് ഇങ്ങനെ കസ്റ്റം സോഫാസ് ആയതുകൊണ്ട് നമുക്ക് കവറ് കിട്ടൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലെങ്കിൽ പിന്നെ വേറെ ഇതേപോലെ തന്നെ സോഫ കവറൊക്കെ കസ്റ്റം ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫിഗ്, ഇത് ഫിഡിലി ഫിഗ് ആട്ടോ. ഈ ഫിഗ് ആക്ച്വലി നല്ലപോലെ പൊക്കം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്യണ്ടായിരുന്നു. കാരണം ഇത് നല്ല വലുതായിട്ട് വരുമ്പം കാണാൻ നല്ല രസമുണ്ട്. എന്നെക്കാട്ടിൽ ഹൈറ്റായി. പിന്നെ നമ്മളിങ്ങനെ ഫിഗിൻ്റെ ഇല ഇങ്ങനെ ഇടയ്ക്ക് തുടച്ചു കൊടുക്കാറുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും അതിൽ പൊടിയാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ആ പുറത്തെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ വിൻഡോസൊക്കെ നമ്മൾ തുറന്നിടാറുണ്ട്. പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ കുറേ ഇൻവിസിബിൾ പൊടീസ് വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ? എത്ര ക്ലീൻ ചെയ്താലും എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇവിടെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇലയൊക്കെ തൂത്ത് കൊടുക്കും. നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ വെറ്റ് ടിഷ്യൂ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ വെറ്റ് ടിഷ്യൂ അല്ല, ജസ്റ്റ് എന്താ പറയുക മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചെടിക്ക് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പാലിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഒന്നും ചെയ്യണ്ട കേട്ടോ. നമ്മൾ അന്ന് ലാസ്റ്റ് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് പ്ലാന്റ് കയറ്റാൻ നേരമാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം അന്നേരം ചെയ്തപ്പോൾ അതിൽ കുറേ പൊടിയും കാര്യങ്ങളും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ ഓവർ മെയിൻ്റനൻസിനും കെയറിനും പോയാലാണ് ചെടി നശിക്കുന്നതായിട്ട് ഫീൽ ചെയ്ത്. പക്ഷേ ഇപ്പം നമ്മൾ നോർമലായിട്ട് മാസത്തിൽ 1 തവണ വെള്ളം കൊടുക്കുന്നു. ഫിഗിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആണല്ലോ. അല്ലാതെ ചെറിയ ചെടിക്കൊക്കെ ഇടയ്ക്കൊക്കെ മാത്രമേ വെള്ളം കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം വരും. ഗ്ലാസ് ആണെങ്കിലും ഞാൻ തുടച്ചു. പിന്നെ പുറത്ത് കണ്ടോ കലാട്ടിയ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ വീഡിയോയിൽ കാണിച്ചിരുന്നു തോന്നുന്നു. നമ്മുടെ കലാട്ടിയ പ്ലാന്റ്സ് എല്ലാം കുഞ്ഞ് ഷൂട്ട്സൊക്കെ പൊട്ടി വന്ന പുതിയ ഇതാണ്. 1, 2, 3 സ്റ്റെമ്മൊക്കെ മാത്രമേ ഉള്ളൂ പഴയ നിൽക്കുന്നത്. അതെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓറഞ്ച് കളറായി ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ പുതിയതാണ് ഇപ്പം വരുന്നത്. നമുക്ക് പുറത്തെ സിറ്റ് ഔട്ടും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അവിടുത്തെ ചെടികൾക്കും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. മഴയാണെങ്കിലും അകത്തിരിക്കുന്ന ചെടിക്ക് കുറച്ച് വെള്ളം കുറവുള്ള പോലെ ഫീൽ ചെയ്തു. പിന്നെ അവിടെ നമുക്ക് ഓൾറെഡി സിറ്റ് ഔട്ട് ബെഞ്ച് ഉണ്ട്, അതും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതോടെ കഴിഞ്ഞാൽ ഏകദേശം ക്ലീനിങ് പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ സമയത്തുണ്ടല്ലോ ജോബി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കുറേ ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു.
അപ്പോൾ ആ പരിപാടിയൊക്കെയാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അകത്തെ പരിപാടിയൊക്കെ കൂടുതലും ജോബിയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇത്രയും നാൾ ഞാൻ അങ്ങനെ ഒത്തിരി പണി ഓവറായിട്ട് ഇങ്ങനെ തൂക്കുകയും തുടക്കുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ മഞ്ഞൊക്കെ പതുക്കെ മാറി മാറി തുടങ്ങി. ഏകദേശം സമയം 10-11 മണി ആറായിട്ടുണ്ട്. ഞാൻ വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴയാട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനിപ്പുറമായിട്ട് ഈ പരിപാടികളെല്ലാം ചെയ്ത് തീർക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഓവർ വെയിലും കാര്യങ്ങളൊന്നുമില്ല. വൈകിട്ട് ആ മഴ പെയ്യുന്നത് കൊണ്ട് നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ തറവാട് വീട്ടിൽ. ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ പ്ലാന്റ്സൊക്കെ കുറേ വെച്ചിരുന്ന്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് ചെടിയൊന്നുമില്ല. ഇങ്ങനെ കുറേ നോർമൽ പണ്ട് ഉണ്ടായിരുന്ന ചെടികളൊക്കെയാണ്. കുറച്ച് പീസ് ലില്ലി, ഇത് അവക്കാഡോ പ്ലാന്റ് കേട്ടോ, നല്ല വലിയ അവക്കാഡോ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഓറഞ്ച് ട്രീ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് നട്ടതാണ്. ഇപ്പോൾ ഇവരൊക്കെ നല്ല മുട്ടൻ ചെടികളായി. പിന്നെ ഇത് നമ്മുടെ ചെത്തിയാണ്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ചെടികളാട്ടോ. ഇത് നല്ല റെഡ് കളർ ചെത്തിയാട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ വീടിൻ്റെ ഇവിടെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇപ്പോൾ പുതിയതായിട്ട് നട്ടിട്ടുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്, അതിങ്ങനെ വലയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ഏലത്തോട്ടം, ഇതെല്ലാം പുതിയതായിട്ട് വെച്ചിരിക്കുന്നതാണ്. നേരത്തെ ഇവിടെ നല്ല കട്ടയ്ക്ക് ഏലമായിരുന്നു. കുറേ നാളുകളായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ റീപ്ലാന്റ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ പൂച്ചക്കുട്ടി, ഇവന്മാർ കുറച്ച് മെലിഞ്ഞു പോയിട്ടോ. ഇപ്പം ആകെ 2 പൂച്ചകളേ ഉള്ളൂ. നമുക്ക് നേരത്തെ കുറേ പേരുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അന്ന് ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇവരെ കൊണ്ടുപോയാലും അവിടെ നിർത്തൽ കുറച്ച് സീനായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇവിടെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്തപ്പഴമാണ്. നല്ല വലിയ മരമാണ്. പിന്നെ എൻ്റെ അമ്മയുടെ കുറേ പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കപ്പളമുണ്ട്. ഇത് ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പളമാണ്. കസിൻസൊക്കെ വരുമ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതുണ്ടോ ചീര, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ചീര. പിന്നെ നമ്മുടെ ചാമ്പച്ചെടി, ഇതൊക്കെ നന്നായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. ഉടനെ തന്നെ ഉണ്ടാകും. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ചാമ്പങ്ങയൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് ആൽമരം കേട്ടോ. ഈ ആൽമരത്തിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അതിന് കിട്ടിയ സാലറിക്ക് വെച്ച കുറച്ച് ചെടികൾക്കകത്ത് ഒരു ചെടിയാണ് ഈ ആൽമരം. ഇപ്പം നല്ല വലുതായി, എന്നെക്കാട്ടിലും ഇരട്ടി സൈസിലായിട്ടുണ്ട്. പിന്നെ ഈ സൈപ്രസ് പ്ലാന്റ്, ഇതൊക്കെ കുറേ എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര അടഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളൊരു ഭീഷണിയിൽ അത് വെട്ടിക്കളഞ്ഞു. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. പെസഹ തിരുനാളിന് ഇതേപോലെ തന്നെ നമ്മൾ അപ്പം വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പല പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ ഉഴുന്നും അരിയും പിന്നെ ജീരകവും ഏലക്ക എല്ലാം കൂടെ, ഏലക്ക അല്ല എന്താ പറയുന്നത്, ചെറിയുള്ളിയും കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശപ്പമാണ്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇലക്കകത്ത് ഇങ്ങനെ വീട്ടിലെ മുതിർന്ന ആളാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പപ്പയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഭയങ്കര കട്ടി കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പല രീതിയിൽ ചെയ്യും. ചിലർ ദോശക്കല്ലിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. നമ്മുടെ ഇവിടെ ഇലയിൽ ഇങ്ങനെ ആവി കയറ്റി പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ എന്താ പറയുക, കുരിശോല കട്ട് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് വാഴയുടെ വള്ളിയും കൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റായികയുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഇതേപോലെ തന്നെ കുരിശപ്പം കൊടുക്കും. അപ്പം നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ ഉണ്ടാക്കുന്നില്ല, പക്ഷെ അവിടെ മുറിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിയുടെ ഫാദറിൻ്റെ അമ്മ മരിച്ചിട്ട് 1 ഇയർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ വീട്ടിൽ പുഴുങ്ങാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒട്ടും വയ്യ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് നടക്കത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു ഇവിടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ കൊണ്ടുപോയി മുറിക്കാമെന്ന്. പിന്നെ വീട്ടിലത്തെ ഫുഡാണ്. കുറേ കറി ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. വയറ് നിറയെ ചോറ് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് വീട്ടിലോട്ട് പോവാണ്. ഓൾറെഡി നമ്മൾ ശർക്കര പാനി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണ് നമ്മുടെ അപ്പവും പാല് പ്രിപ്പയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 7-7:30 ആയി നമ്മൾ അപ്പം മുറിക്കാനായിട്ട് ആയപ്പോഴത്തേക്കും. വീട്ടിൽ ഓൾറെഡി മുറിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ മുറിക്കുന്നത്. ഇവിടെ നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഇപ്പം പുറത്തോട്ട് പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുള്ള ആൾക്കാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടത്തി. ചെറിയ പ്രാർത്ഥന കേട്ടോ, ജസ്റ്റ് ബൈബിൾ വായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അപ്പം മുറിച്ചു. കാരണം ഇവർക്കൊക്കെ വേറെ 1-2 വീട്ടുകളിൽ കസിൻസിൻ്റെ അടുത്ത് പോയി മുറിക്കാനുണ്ട്. പിന്നെ എനിക്കിപ്പം ഒട്ടും ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട്, കാലിനൊക്കെ സ്വെല്ലിങ് ഉള്ളതുകൊണ്ട് ഒട്ടും പോകാനും പറ്റത്തില്ല.
അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം ഞങ്ങളെയും കൂടെ ഓർക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.